good morning all. Once again welcome back to my another video. Okay, in class we discuss the news report. In this video we discuss one of the important topic character sketch. Character sketch in this video we discuss 8th, 9th, 10th class question character sketch. For example, all chapters characters. And the chapter then 2-3 characters in the one of the important character 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 describe question paper character sketch character sketch character complete describe 6 mark 5 mark character sketch okay, detail character sketch are you ready? Okay, let's start the topic. Character sketch. Character sketch എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ തന്നെ ആദ്യം എന്താ വേണ്ടത്, ആ ചാപ്റ്ററിൽ ആ ക്യാരക്ടറിന്റെ റോൾ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പെർട്ടിക്കുലർ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സ്കെച്ച് ഒരാളെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ തന്നു ചോദിക്കുക. അപ്പൊ നമ്മൾ ആ ക്യാരക്ടറിന്റെ റോൾ ഓഫ് ദ ക്യാരക്ടർ ആ ചാപ്റ്ററിൽ ആ ക്യാരക്ടറിന്റെ റോൾ എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെൻഷൻ ചെയ്ത് പറയാം. നെക്സ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ക്യാരക്ടർ അപ്പിയറൻസ്. അപ്പിയറൻസ് നമ്മൾ മെൻഷൻ ചെയ്യണം. അദ്ദേഹത്തിന്റെ എങ്ങനെയാണ്, അതിനെ കാണാൻ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഓരോ അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്. ചിലപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ചിലപ്പോൾ കേളി ഹെയർ ആയിട്ട്, കേളി ഹെയർ, ബ്ലൂ ഐസ്, അല്ലെങ്കിൽ അഗ്ലി ആയിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാവും. അത് നമ്മൾ മെൻഷൻ ചെയ്ത് പറയാം. അതായത് ക്യാരക്ടർ അപ്പിയറൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് ഡിസ്ക്രൈബ് ദ മാനർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ബിഹേവിയർ സെൻസ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആണോ, അല്ലെങ്കിൽ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആളാണോ, ബിഹേവിയർ സെൻസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ക്യാരക്ടർ, ബാക്കിയുള്ള ക്യാരക്ടറുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ച് എഴുതാം. ലാസ്റ്റ് നമ്മളതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എഴുതുന്നതിൽ തെറ്റില്ല. കാരണം എന്താ, ഈ ക്യാരക്ടർ ടോട്ടലി ഇങ്ങനെയാണ്, നമുക്ക് ഭയങ്കര റീഡേഴ്സിന് അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, നമ്മളെ വ്യൂ പോയിന്റും കൂടെ നമുക്കതിൽ ആഡ് ചെയ്യാം അല്ലേ. ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടറിന് ഭയങ്കര റീഡേഴ്സിന് ഭയങ്കര അട്രാക്റ്റീവ് ആവുന്ന ഒരു ക്യാരക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വ്യൂ പോയിന്റ്സും കൂടെ നമുക്കതിൽ ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 6 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് നല്ല അടിപൊളി ക്യാരക്ടർ സ്കെച്ച് ആവും. Okay, role of the character, character appearance, then എന്താണ് manner, behavior of the character, then characters relationship with others. Okay, ഇനി നമുക്ക് ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചാപ്റ്ററിലെ ക്യാരക്ടർ തന്നിനെന്ന് വരും, ഇന്നയാളെ ക്യാരക്ടർ സ്കെച്ച് എഴുതണം നമുക്ക് തന്നിനെങ്കിൽ ആദ്യം ആ ക്യാരക്ടർ പറഞ്ഞിട്ട് നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ആ ഏത് ചാപ്റ്ററിലെ ക്യാരക്ടർ ആണ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. ആദ്യം തന്നെ അയാളെ ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാം വാരി വെച്ച് ആദ്യം എഴുതുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആദ്യം ഏത് ചാപ്റ്ററിൽ ക്യാരക്ടർ ആണ് നമ്മൾ പറയണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്യാരക്ടർ, ഞാൻ അയാളുടെ പേര് ABC എന്ന് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതേണ്ട ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് അയാളുടെ പേര് ഡാഷ് ABC നമുക്ക് കൊടുക്കാം. ABC is one of the main character in the story written by the famous writer. ആ റൈറ്ററെ പേര് എഴുതാം. അതാണ് നമ്മൾ ആദ്യം ഒരു ക്യാരക്ടർ കിട്ടിയ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ആദ്യം നമ്മൾ ആ ക്യാരക്ടറിനെ പറഞ്ഞിട്ട് അത് ഏത് ചാപ്റ്ററിലാണെന്ന് ജസ്റ്റ് പറയണം. അതായത് ഇന്ന് മെയിൻ ക്യാരക്ടർ ആണ്, ABC is the main character of the story written by the famous writer ഇന്നയാള് നമ്മൾ പറഞ്ഞെഴുതി വെക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് he comes from ചിലപ്പോൾ he comes from നമുക്ക് എഴുതാം he അല്ലെങ്കിൽ she, അത് നിങ്ങൾ നോക്കണേ. he അല്ലെങ്കിൽ he comes from ഏത് ഫാമിലി, റിച്ച് ഫാമിലി അല്ലെങ്കിൽ പുവർ ഫാമിലി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലി, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ചാപ്റ്ററിൽ ഉള്ള ഒരാളാണെങ്കിൽ ചില ക്യാരക്ടർ റിച്ച് ആയിരിക്കും, ചില ക്യാരക്ടർ പുവർ ക്യാരക്ടർ ആയിരിക്കും. സോ ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ അറിയാമെങ്കിൽ he comes from റിച്ച് ഫാമിലി അല്ലെങ്കിൽ he comes from മിഡിൽ ക്ലാസ് ഫാമിലി, അങ്ങനെ നമുക്ക് എഴുതിയിട്ട് ഒരു പോയിന്റ് എഴുതും അല്ലേ. ആ ക്യാരക്ടറിനെ പറ്റി നമുക്ക് അറിയുന്നതൊക്കെ എഴുതാം. ഓക്കെ, he looks like അദ്ദേഹത്തിന്റെ അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ്, he looks like very handsome അല്ലെങ്കിൽ she looks like very beautiful. അല്ലെങ്കിൽ ഒരു ലേഡീനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ലേഡി ബ്ലൂ ഐസ് ഉള്ള, അങ്ങനെ എന്തെങ്കിലും ആ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ബ്ലൂ ഐസ് ആണ്,
ദെൻ കേളി ഹെയർ ആണ്, അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, ഭയങ്കര ഫാറ്റ് ആണ്, അല്ലെങ്കിൽ സ്ലിം ആണ്, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ് ചാപ്റ്ററിൽ കൊടുത്തത്, എന്താണ് നമുക്ക് അറിയാൻ ക്യാരക്ടറിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവും. ഓക്കെ, കുറച്ച് 3-4 ലൈൻസിൽ നമ്മളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഫിസിക്കൽ അപ്പിയറൻസ് കഴിഞ്ഞാൽ ഹിസ് പേഴ്സണാലിറ്റി ഈസ് ഇന്നതാണ്, ഹിസ് പേഴ്സണാലിറ്റി ഈസ്, അല്ലെങ്കിൽ അവളാണെങ്കിൽ ഹെർ പേഴ്സണാലിറ്റീസ്, അവളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അവൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണോ, അല്ലെങ്കിൽ കൈൻഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് നെയറോ മൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആണോ, അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആണോ, അല്ലെങ്കിൽ ഭയങ്കര കൈൻഡ് ആയ ഒരു ക്യാരക്ടർ ആണോ, എന്താണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. ഓക്കെ, അത് വിത്ത് എക്സ്പ്ലനേഷൻ. അതിപ്പോ നമ്മൾ കൈൻഡ് ആണ്, ഷോർട്ട് ടെമ്പേർഡ് ആണെന്നൊക്കെ നമ്മൾ ആ ക്യാരക്ടറിൽ നിന്ന് മനസ്സിലാക്കിയെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എങ്കിൽ അത് എന്താണ് വിത്ത് എക്സാമ്പിൾ, നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നും ആ ഒരു എക്സാമ്പിളും ഉണ്ടാവില്ല, എന്തുകൊണ്ടാണെന്ന് അയാൾ എങ്ങനെയാണെന്ന് നമുക്ക് ആ ചാപ്റ്റർ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ഇന്നാണ്, ഇപ്പൊ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് അദ്ദേഹം എങ്കിൽ അതിന് വിത്ത് എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ എഴുതുക. അപ്പൊ 2-3 സെന്റൻസ് ഇന്ന ആളാണ്, അതിന് കാരണം ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്, അത് ആ ഒരു ഇൻസിഡന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ വിത്ത് എക്സ്പ്ലനേഷൻ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അല്ലെ. നമുക്ക് ഇങ്ങനെ എഴുതാം, ഹി ഹാസ് ബീൻ നറേറ്റഡ് ഇൻ ദിസ് സ്റ്റോറി ആസ് എ ഷോർട്ട് ടെമ്പേർഡ് അല്ലെങ്കിൽ കൈൻഡ്. അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഇങ്ങനെ സെന്റൻസ് ആയിട്ട് എഴുതാം. കുറെ പോയിന്റ്സ് ആയി, അതിന് കുറച്ച് ലെങ്ത് കൂടി അല്ലെ. ലാസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മളതായ വ്യൂ പോയിന്റ്സ് എഴുതണം എന്ന് പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ ക്യാരക്ടേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം നമ്മളതായ വ്യൂ പോയിന്റ്സ് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ നമ്മളെ പേപ്പേഴ്സ് വാല്യൂ ചെയ്യുന്ന ആൾക്ക് അതിൽ കൂടുതലൊരു ഇംപ്രഷൻ ഉണ്ടാവും. ഹിസ് റോൾ മേക്സ് ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ റീഡേഴ്സ് മൈൻഡ്. അതായത് റീഡേഴ്സിന്റെ മനസ്സിലേക്ക് വളരെയധികം ഭയങ്കര പതിയുന്ന, ഭയങ്കര ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇന്ന ആള് എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് നമ്മളെ വ്യൂ പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. കുറച്ചുകൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുമ്പം അതിന്റെ ലെങ്ത്തും കൂടും. കാരണം നമ്മൾ എല്ലാ ക്യാരക്ടറിനും കംപ്ലീറ്റ് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് അതിലൊരു ഇംപ്രഷനും ഉണ്ടാവും, നമുക്ക് മാർക്സും കിട്ടും, ലെങ്ത്തും കൂടും. ഒരു 5 മാർക്കിനെല്ലാം നമുക്ക് ഒരു പേജ് കറക്റ്റ് ആയിട്ട് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിനെങ്കിൽ ഒരു പേജ് അല്ലെങ്കിൽ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിച്ച് എഴുതാൻ ശ്രമിക്കാം. കുറെ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് ചെയ്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു. റോൾ ഓഫ് ദ ക്യാരക്ടർ, ദെൻ ഫിസിക്കൽ അപ്പിയറൻസ്, ദെൻ മാനർ, ബിഹേവിയർ, ദ ക്യാരക്ടർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം. ദെൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ ക്യാരക്ടറിന്റെ പേര് മെൻഷൻ ചെയ്ത് പറഞ്ഞതിന് ശേഷം ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് പറയാം. ദെൻ അത് ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതെന്ന് പറയാം. ദെൻ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് പറയാം. ദെൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ള പേഴ്സണാലിറ്റി ആണെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് വിത്ത് എക്സാമ്പിൾ ആ ഒരു ചാപ്റ്ററിൽ ഒരു ഇൻസിഡന്റ് വെച്ച് ആ ഇൻസിഡന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ ലാസ്റ്റ് നമ്മളതായ വ്യൂ പോയിന്റും കൂടെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്